ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് മൂന്നാർ ട്രിപ്പ് പോയേ കേട്ടോ. നാട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനൊരു ട്രിപ്പ് പോകുന്നത്. നമ്മൾ കിർഗിസ്ഥാനിലൊക്കെ വെച്ച് പോകുമായിരുന്നെങ്കിലും നാട്ടിലെപ്പോഴും പ്ലാനിങ് മാത്രമേ നടക്കാറുള്ളൂ. എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ എപ്പോഴും പ്ലാൻ ചെയ്യും, പക്ഷേ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. ഇതും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. ഒന്നാമത് ഞങ്ങൾ GH ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അവിടുന്ന് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വരിക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇതുപോലെ പോരാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. എങ്ങനെയോ നമുക്ക് ലീവൊക്കെ കിട്ടി. ഞങ്ങൾ 10 പേരായിരുന്നു കേട്ടോ ട്രിപ്പിലുണ്ടായിരുന്നത്. 10 പേരും ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലാണ്. അപ്പോൾ എല്ലാവർക്കും ലീവ് കിട്ടുക എന്നുള്ളത് നല്ലൊരു ടാസ്ക് ആയിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ ലീവൊക്കെ ഒപ്പിച്ച് അന്ന് ട്രിപ്പിന് ഇറങ്ങിയാണ്. ഗൈസ്, ഞങ്ങളൊരു 3 മണിക്ക് ഇറങ്ങാൻ നിന്നതാണ്. പിന്നെ നമുക്കൊരു റൗണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി ലേറ്റായി. ഇറങ്ങിയപ്പോൾ ഒരു 5 മണി 5:30 ആയിരുന്നു. ഇപ്പം നമ്മൾ മൂവാറ്റുപുഴയാണ് നിൽക്കുന്നത്. ഞങ്ങൾ ശനിയാഴ്ച 3 മണിക്ക് ഇറങ്ങിയിട്ട് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് തിരിച്ചു വരാമെന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ എല്ലാ ദിവസവും നമുക്ക് റൗണ്ട്സ് രാവിലെ തന്നെ കഴിയാറുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം മാത്രം ഞങ്ങളുടെ റൗണ്ട്സ് വൈകുന്നേരമായിരുന്നു കേട്ടോ. അങ്ങനെ ടൈം കുറേ ഡിലേ ആയി. 3 മണി എന്നുള്ളത് ഒരു 5-5:30 ആയി. പിന്നെ നമ്മുടെ വണ്ടിക്കൊക്കെ ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല ലേറ്റായി. പിന്നെ നമ്മുടെ എറണാകുളമാണല്ലോ സ്ഥലം, അപ്പോൾ 5 മണി 5:30 സമയത്ത് നല്ല ബ്ലോക്ക് ആയിരിക്കും. അങ്ങനെ ആ ബ്ലോക്കും കഴിഞ്ഞ് നമ്മൾ മൂന്നാർ എത്തിയപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ. ഇപ്പം ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് മൂവാറ്റുപുഴ ഒരു സ്ഥലത്ത് നിർത്തിയതാണ്. ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ നിർത്തി ബ്രേക്കൊക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ച് പയ്യെ കേട്ടോ പോയത്. അതാണ് ഇത്രയും ലേറ്റ് ആയത്. നമുക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ട്രിപ്പ് വല്ലപ്പോഴൊക്കെ പോകുന്നത് നല്ലതാണ് കേട്ടോ. കാരണം മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാനായിട്ട്. അല്ലെങ്കിൽ ആ ജോലി എന്നുള്ളൊരു ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മടുപ്പ് തോന്നും. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു റിലീഫിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് നല്ലതാണ്. നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഒപ്പം കുറേ നല്ല ഫ്രണ്ട്സ് ഉള്ളത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ഭയങ്കര ഹെക്റ്റിക്കും മടുപ്പമായിട്ട് നമുക്ക് തോന്നും. ഇവിടെ GH ഞാനിപ്പോൾ 3 months കംപ്ലീറ്റ് ആയി. പക്ഷെ വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. നമുക്ക് പണി ഉണ്ടാകും, അത് ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ നമുക്ക് കുറേ നമ്മളിപ്പോൾ അടിമാലി എത്തിയിട്ടുണ്ട്. ഇവിടെ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ബാക്കില് വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് ടോർച്ച് അടിച്ച് കാണിച്ചു കൊടുക്കുക കേട്ടോ. ഒച്ചയൊക്കെ ഉണ്ടല്ലേ. ആ ഒരു ഭാഗത്ത് കണ്ടോ, അതാണ് വാട്ടർഫോൾ. നമ്മളപ്പോൾ സ്ഥലം എത്തിയിട്ടുണ്ട്. മൂന്നാറിൽ നിന്ന് കുറച്ചും കൂടി നീങ്ങിയായിരുന്നു കേട്ടോ നമ്മുടെ സ്റ്റേ. ഇത് സൂര്യനെല്ലി ആ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ലൈറ്റും സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതായിരിക്കും നമ്മുടെ സ്റ്റേ എന്ന്. പാതിരാത്രി വന്നുകൊണ്ട് തന്നെ നമ്മുടെ ഓണറൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് കുറേ വിളിച്ചതിന് ശേഷമാണ് എണീറ്റത്. അപ്പോൾ നമ്മളിങ്ങനെ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് നമുക്കതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞത് കണ്ടപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇതല്ലായിരുന്നു കേട്ടോ, കുറച്ചും കൂടി പോകണം. നല്ല ക്ലിയർ സ്കൈയും കുറേ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറിയിട്ടായിരുന്നു കേട്ടോ. ഇതുപോലത്തെ കുറേ ടെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതല്ല കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടി, കുറച്ചും കൂടി ഉള്ളിലോട്ട് കയറിയിട്ടാണ്. ക്യാമ്പ് വുഡി എന്നോ അങ്ങനെ എന്താണ്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേരായിരുന്നത്. നല്ലൊരു വൈബുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഈ ഒരു പ്രോപ്പർട്ടി കണ്ടപ്പോൾ തന്നെ നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മുടെ സ്ഥലത്തെത്തിയപ്പോൾ എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു കേട്ടോ. ക്യാമ്പ് വുഡി അതാണ് പ്രോപ്പർട്ടിയുടെ പേര്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. ഞാൻ പിന്നെ ഹുഡിയും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല.
ഇതുപോലത്തെ സ്റ്റീപ്പായിട്ടുള്ളൊരു പാത്ത് വേ ആയിരുന്നു. ഇറങ്ങിയപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, തിരിച്ചു പോരാൻ നേരത്തായിരുന്നു ഇച്ചിരി ബുദ്ധിമുട്ട്. നല്ല സ്റ്റീപ്പാണ്, ഈ കാണുന്ന പോലെയല്ല, കുറച്ചുകൂടി സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. നമുക്കിവിടെ ഒരു ദിവസത്തെ സ്റ്റേക്ക് 1500 പെർ പേഴ്സൺ ആണ് ആയത്. അതിൽ രാത്രിയിലത്തെ ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ അവിടെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും കണ്ടില്ല. പിന്നെ ഒരു എക്സ്ട്രാ ചാർജ് ഒരു 3000 ഒക്കെ കൊടുത്തിട്ട് നമുക്ക് വേറൊരു ട്രക്കിംഗ് പോലെയൊക്കെ പോകുന്നതുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ ഫുഡൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ, ചപ്പാത്തി, റൈസ്, ചിക്കൻ കറി എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഫുള്ള് വൈബിങ് ആയിരുന്നു കേട്ടോ, ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. എനിക്ക് കിർഗിസ്ഥാനിലുണ്ടായിരുന്ന ഒരു ഗ്യാങ് ഇവിടെ തിരിച്ച് കിട്ടിയ പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം അത്രയ്ക്ക് എല്ലാവരും നല്ല അടിപൊളിയാണ്, കമ്പനി ആയിട്ടുള്ളൊരു ഇതാണ്, നമ്മുടെ ഒരു വൈബിന് മാച്ച് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് നമുക്കിവിടെ കിട്ടി. നമ്മൾ ഓഷിൽ വെച്ചായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു വൈബായിരുന്നു, ഒരു ഗ്യാങ് ആയിരുന്നു കേട്ടോ. അത് 10 പേരൊന്നും അല്ലായിരുന്നു, ഒരു 10-30 പേരുണ്ടാവും ഓഷിൽ നമ്മുടെ ഗ്യാങ് എന്ന് പറയുമ്പോൾ. പക്ഷെ പലപ്പോഴും എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടാറില്ല. കാരണം നമ്മുടെ ബാച്ചിലുള്ളവരുണ്ട്, നമ്മുടെ സീനിയേഴ്സ്, ജൂനിയേഴ്സ്, അങ്ങനെ ഒരു ഗ്യാങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫീലാണ് എനിക്കിപ്പോൾ ഈ ഒരു ട്രിപ്പിൽ പോയപ്പോൾ കിട്ടിയത് കേട്ടോ. അങ്ങനെ നൈറ്റിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെ ഒരു 7 മണിയായപ്പോൾ എണീറ്റായിരുന്നു. സൺറൈസ് കാണാൻ വേണ്ടിയാണ് എണീറ്റത്. പക്ഷെ എനിക്ക് തോന്നുന്നു 6 മണി ആ സമയത്തൊക്കെ ആയിരിക്കും സൺറൈസ് തോന്നുന്നു. ഈ സമയത്ത് ആരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് സ്ഥലങ്ങളെല്ലാം. വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഞാൻ പിന്നെയും കുറച്ച് നേരം കൂടി കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ. അവിടെ നമ്മളല്ലാതെ വേറെയും കുറേ ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അവരിൽ കുറച്ച് പേരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ട്രെക്കിംഗ് പോലത്തെ ഒരു ട്രിപ്പ്, അത് വെളുപ്പിന് 4 മണിക്കായിരുന്നു. അത് എന്തായാലും നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പിന്നെ 3000 4000 അത്രയും കണ്ടാന്ന് തോന്നുന്നു, അതിൻ്റെ റേറ്റ് കറക്റ്റ് അറിയില്ല. അപ്പം എന്തായാലും നമ്മൾക്കത് നടക്കില്ലായിരുന്നു. അപ്പം നമ്മൾ അവിടത്തെയൊക്കെ തന്നെ കാഴ്ചകളൊക്കെ കണ്ട് തൃപ്തിപ്പെട്ടു കേട്ടോ. പിന്നെ മൂന്നാർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നൊരു സ്ഥലമാണ്. അവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെയും കുറേ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കുറച്ചെടുത്തു. പിന്നെ അവിടെ നമുക്ക് ടെൻറ്റുകളൊക്കെ കുറേ കാണാം. ഒരു 10-20 ടെൻറ്റുകളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ ആ ഒരു കോലത്തിൽ തന്നെ കേട്ടോ കിടന്നുറങ്ങിയത്. അവിടെ ഇതൊന്നും ഇടാതെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നൈറ്റൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഹുഡിയും പിന്നെ ഇതുപോലത്തെ സ്റ്റോളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കിടന്നുറങ്ങിയതും. പിന്നെ ഒരു 8-9 മണിയായപ്പോഴേക്കും നല്ല വെയിലടിച്ച് തുടങ്ങി കേട്ടോ.
ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും എണീറ്റ് തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഹിലാൽ രാവിലെ തന്നെ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് അവൻ എണീറ്റ് വന്നത്. അപ്പോൾ ഏകദേശം ഒരു ബിഗ് ബോസ് ഹൗസ് ആണോ എന്നൊക്കെ അനുവൊക്കെ ഇരുന്ന് ചോദിക്കണ്ടായിരുന്നു. ഏകദേശം അതുപോലെ ആയിരുന്നു രാവിലെ. ഞാനാണെങ്കിൽ ട്രൈപോഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫോൺ ടെൻറ്റിലൊക്കെ ചാരി വെച്ചിട്ട് വീഡിയോ എടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ക്യാമറ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഞാൻ കുറേ പേര് പറയുന്നുണ്ട് അവിടെ നോക്കുക അവിടെയാണ് ക്യാമറ ഇരിക്കണേന്നൊക്കെ. എല്ലാവരും അതൊന്നും മൈൻഡ് ചെയ്യാതെ കളിയാണ്. ഇത് സിബിയും ആരതിയും കൂടി എൻ്റെ വ്ളോഗിന് വേണ്ടിയിട്ട് അവരൊരു വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഹലോ ഗൈസ്, രാവിലെ ഇരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് തിളച്ച ചായ വയലിലേക്ക് തന്നു. പുള്ളിപ്പോയി. ഇവിടെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ആക്ടിവിറ്റി ഇവിടെ വന്നിട്ട് കണ്ടായിരുന്നുണ്ടോ? നമ്മുടെ അനു ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനു ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങളവിടെ പുരിവെയിലത്താണ് പോയിരുന്ന് വ്യൂ ആസ്വദിക്കാൻ ചെന്നിരിക്കുന്നത്. രാവിലെ തന്നെയായിരുന്നെങ്കിൽ നല്ല രസമുണ്ടായേനെ. ഇത് പക്ഷേ ആ സമയമായപ്പോഴേക്കും നല്ല വെയിലുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചായിരുന്നു. പുട്ടും കടലക്കറിയും പിന്നെ ദോശയുമല്ല ഇഡ്ഡലിയുമല്ല അങ്ങനത്തെ ഒരു സാധനമായിരുന്നു കേട്ടോ. അതും ചമ്മന്തിയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. പക്ഷെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നൈറ്റിലത്തെ ഫുഡാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ 1500-ന് വേർത്തായിട്ടുള്ളൊരു സ്റ്റേയും ഫുഡും ഒക്കെ ആയിരുന്നു കേട്ടോ. സ്പെഷ്യൽ ചായ നിങ്ങൾക്ക് ഞാൻ ഈസ്തറ്റിക് ആയിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കാമെന്നും പറഞ്ഞിട്ടാണ് അവിടെ പോയി ഫോണും ചാരി വെച്ച് എൻ്റെ ഫ്രണ്ടിൽ കയറി ഇരിക്കുന്നത്. പക്ഷേ വീഡിയോ കിട്ടിയപ്പോൾ ഇങ്ങനെ ആയിപ്പോയിട്ടോ. ബാക്കിലെ വ്യൂ ഒന്നും അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നെ മാത്രമേ ഒരു നിഴൽ പോലെ ഇരുന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം എല്ലാവരും പെട്ടെന്ന് തന്നെ റെഡിയായി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. Here guys are taking photos. നീ ഇവിടെ അപ്പോൾ ഒരു 10 മണിയായപ്പോഴേക്കും ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് തിരിച്ചു പോരുകയാണ് കേട്ടോ. നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റമായിരുന്നു കേട്ടോ. രാത്രി ഇറക്കം ഇതുകൊണ്ട് അറിഞ്ഞില്ല. പക്ഷേ കയറിയപ്പോൾ നന്നായിട്ട് വെള്ളം കുടിച്ചു കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കുറേ കാട്ടുചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ വാട്ടർ മിലൻ എന്നും പറഞ്ഞിട്ട് കാണിച്ചു തന്നാണ്. അതെന്തോ പഴം എന്തോ സാധനമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി കുറച്ചൊരു ദൂരത്തിലാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ടെമ്പിൾ പോലത്തേക്കൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ വണ്ടി ഇട്ടിരിക്കുന്നത്.
ഈ ഒരു ഏരിയ ഫുള്ളും തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ഇതെന്തോ പാറ പൊട്ടി വന്ന വെള്ളം പോലെയുണ്ട്, നല്ല ക്ലിയർ വാട്ടറാണത്. അപ്പോൾ നമ്മൾ ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടിയാണ് ഈ ഒരു റോഡ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ തോട്ടത്തിൻ്റെ അകത്തോട്ടൊന്നും ഞാൻ ഇറങ്ങിപ്പോയില്ല, ജസ്റ്റ് പോരുന്ന വഴിയേ ഉള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാനിപ്പോൾ ഒരു 4ാമത്തെ പ്രാവശ്യം കണ്ട മൂന്നാർ വരുന്നത്. അത് സ്കൂളിൽ നിന്നും പിന്നെ പാരൻസിൻ്റെ ഒപ്പമൊക്കെ വന്നിട്ടുള്ളതാണ് പണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആദ്യമായിട്ടാണ് വരുന്നത്. ആ അമ്പലത്തിൻ്റെ അടുത്താണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അമ്പലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തമിഴ്നാട്ടിലേക്ക് അമ്പലം പോലെയാണ്, നമ്മുടെ നാട്ടിലെ ഒരു ഇതല്ല കേട്ടോ. ഇത് ഏകദേശം തമിഴ്നാടിൻ്റെ ബോർഡറായിട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് സ്ഥലമൊന്നും അറിയത്തില്ല. നമ്മുടെ നാട്ടിലെ അമ്പലം പോലെ അല്ലായിരുന്നു, ഒരു തമിഴ് ടച്ചുള്ളൊരു അമ്പലമായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ തന്നെ അറിയാം ആർക്കിടെക്ചറിലൊക്കെ വ്യത്യാസം. പിന്നെ അവിടെ പശുക്കളേക്ക് ഇങ്ങനെ അഴിച്ചു വിട്ടാക്കിയാണ്. കെട്ടിയിടുന്ന പരിപാടിയൊന്നും ഈ സ്ഥലങ്ങളിലില്ലല്ലോ. പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് തമിഴാണ് പറയുന്നത്. ഇനി ഇത് തമിഴ്നാടാണോ എന്ന് എനിക്കറിയില്ല, ബോർഡറാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ രാത്രി ഞങ്ങൾ എത്തിയതുകൊണ്ട് ഈ ഒരു വ്യൂസൊന്നും അന്നേരം കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഞാൻ രാവിലെ തന്നെ എല്ലാ വ്യൂസും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പോകുന്ന വഴിയും എല്ലാനും മറ്റേ യു-പിൻ ടേൺ ചെയ്യുമ്പോഴുള്ള കൊക്കകളും കാര്യങ്ങളൊന്നും രാത്രി നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നല്ലോ. അതുകൊണ്ട് അധികം പേടിയാവത്തില്ല. എനിക്കാണെങ്കിൽ കുറച്ച് ഹൈറ്റൊക്കെ പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാൻ പോകുന്ന വഴി അതെല്ലാം കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ വന്ന സമയത്ത് രാജമല, മറ്റേ ഇരവികുളം നാഷണൽ പാർക്കൊക്കെ ഇല്ലേ, അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം അങ്ങനെ സ്ഥലങ്ങളൊന്നും കാണാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 24 hours പോലും നമുക്ക് മൂന്നാർ നിൽക്കാൻ പറ്റിയില്ലായിരുന്നു. എന്നാലും ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ട്രിപ്പ് വന്നതാണ്. പോകുന്ന വഴിയുള്ള കുറേ നല്ല നല്ല സ്ഥലങ്ങൾ കാണാമെന്നല്ലാതെ മൂന്നാറിലെ എക്കോ പോയിൻ്റ് അങ്ങനത്തെ സ്പെഷ്യൽ കുറച്ച് സ്ഥലങ്ങളില്ലേ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉള്ള, അവിടെയൊന്നും അങ്ങനെ പോകാനൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴി വാട്ടർഫോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ എല്ലായിടത്തും നിർത്തി സീനറിയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. വാട്ടർഫോൾസിൻ്റെ അടുത്താണ് ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റോപ്പ് ചെയ്തത്. അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തൊന്നുമില്ല, ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു. അവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ നിന്ന് ഞങ്ങളൊന്നും കഴിച്ചൊന്നുമില്ല കേട്ടോ. നമുക്ക് മാഗി, ഉപ്പിലിട്ട സാധനങ്ങൾ അങ്ങനെയൊക്കെ കിട്ടുന്ന കുറേ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇതുപോലത്തെ തന്നെ വേറൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മാഗിയൊക്കെ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ ആ വെയിൽ മാറിയിട്ട് ചെറുതായിട്ടൊരു തണുപ്പൊക്കെ വന്നു തുടങ്ങിയായിരുന്നു.
ഇത് മതി, എൻ്റെ ചാർജ് ഇല്ല അങ്ങോട്ട്. We are in the Guna cave. ദേടാ മറ്റേ അവൻ കേറിയ സ്ഥലം പോലെ ഉണ്ട്. We are in the Guna cave. എടാ 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 എവിടെ വെട്ടം? ടോർച്ച് ഇതാവില്ല വീഡിയോ എടുക്കുമ്പോ. ആ ഇത് മറ്റേ സ്ഥലം പോലെ തന്നെ. സുലൈമാന്റെ അല്ല ഗുണ കേവ്. ആ സുലൈമാന്റെ. എടാ ഇതൊക്കെ നോക്കടാ, ഇത് മറ്റേ പോലെ തന്നെ ഉണ്ട്. ഇവിടെ ഷൂട്ട് ചെയ്തു. ബാറ്റ്സ് ഉണ്ടാവും ചെറുപ്പോ. ബാറ്റ്സ് ഇത് ശുദ്ധമായ വെള്ളം. ഞങ്ങളപ്പോൾ ആ ഗുഹയിൽ കയറി ഇറങ്ങിയതിന് ശേഷം മാഗി കഴിക്കാനായിട്ടൊരു ഷോപ്പിൽ കയറിയൊക്കെയാണ്. അവിടെ ഇങ്ങനെ കോണിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് പ്ലാസ്റ്റിക് ആണെന്നിട്ട്. വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ കുറച്ച് മാഗി കഴിക്കാമെന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം കയറിയതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വെള്ളം വാങ്ങിച്ചായിരുന്നു. വെള്ളമാണെങ്കിൽ 2 ഉപ്പിട്ട സോഡ സർബത്തല്ല ലൈമും പിന്നെ ബാക്കി മധുരവും പറഞ്ഞിരുന്നു. പക്ഷേ അയാൾ നേരെ തിരിച്ച് 2 മധുരവും ബാക്കിയൊക്കെ ഉപ്പ് ഇട്ട് വെച്ച്. പിന്നെ ഞങ്ങൾ അതിൽ വീണ്ടും മധുരമൊക്കെ ഇടിയിച്ച് ആകെ ഒരു വൃത്തിയുടെ ടേസ്റ്റിലാണ് കേട്ടോ ആ വെള്ളം കുടിച്ചത്. നെക്സ്റ്റ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തത് പ്രോപ്പർ മൂന്നാർ ടൗണിലാണ് കേട്ടോ. അപ്പോൾ അവിടെ റിപ്പിൾസ് ടീയുടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അനുവിന് ചായപ്പൊടിയൊക്കെ നല്ലത് വാങ്ങിക്കണമെന്നും പറഞ്ഞ് കയറിയതാണ്. പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീൻ ടീ നല്ലത് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാൻ. അപ്പോൾ അവിടെ നിന്ന് ഒരു ഗ്രീൻ ടീ ഒക്കെ വാങ്ങിച്ചു. മൂന്നാറിലൊക്കെ നല്ല ക്വാളിറ്റി ടീ പൗഡർ കിട്ടും എന്നാണല്ലോ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അങ്ങനെ വാങ്ങിക്കാൻ കയറിയതാണ്. പിന്നെ വിലക്കുറവും ഉണ്ടായിരുന്നു. ഒരു 140യുടെയൊക്കെ സാധനം 110, 115 ആ ഒരു റേഞ്ചിലൊക്കെയാണ് കിട്ടിയത്. പിന്നെ പല വെറൈറ്റീസ് ഓഫ് ടീ പൗഡർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എന്തൊക്കെയെന്ന് പോലും മനസ്സിലാവുന്നുണ്ട് അതിൽ. പിന്നെ കുറേ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു, കോഫി, മാച്ച അങ്ങനത്തെയൊക്കെ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഞങ്ങളൊരു ചോക്ലേറ്റ് ഷോപ്പിലാണ് കേട്ടോ നിർത്തിയത്. അവിടെ നിന്നും കുറച്ച് ചോക്ലേറ്റൊക്കെ ടേസ്റ്റ് ചെയ്തു. നല്ല കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ മൂവാറ്റുപുഴയ്ക്കാണ് പോയത്. മൂവാറ്റുപുഴയിൽ ക്ലബ് ഷവായി എന്ന് പറഞ്ഞ ഷോപ്പിൽ കയറിയിട്ട് നല്ല അടിപൊളി ഷവായി കഴിച്ചിട്ടാണ് ഞങ്ങൾ അന്നത്തെ ട്രിപ്പ് അവസാനിപ്പിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ വ്ളോഗ്. ഒരു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.